ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ ക്രിക്കറ്റ് ഐക്കോണിക് മൊമെൻറ്റ്സിൻ്റെ പാർട്ട് 1 വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയെ തന്നെ കൂടുതൽ ക്രിക്കറ്റ് വീഡിയോസ് വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്ന മെക് സ്റ്റുഡിയോ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ സന്തോഷവും ദുഃഖവും എല്ലാം ഒരുപോലെ തൊട്ടറിഞ്ഞ മത്സരം അതുതന്നെയാണ് 2022 ഒക്ടോബർ 23 ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായിട്ടുള്ള മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന തീവ്രമായ പോരാട്ടം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. രാഷ്ട്രീയ കാരണങ്ങളാൽ ഇടഞ്ഞു നിൽക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും ലോകകപ്പിൻ്റെ ഷെഡ്യൂളിൽ മുഖാമുഖം വരുമ്പോൾ ശരിക്കും തീവ്രത അല്ലെങ്കിൽ തീപ്പാറും പോരാട്ടം തന്നെയാണ് കളിക്കളത്തിനുള്ളിലായാലും കളിക്കളത്തിന് പുറത്തായാലും കാഴ്ചവെക്കുന്നത്. അതിനാൽ തന്നെ മത്സര ഫലത്തെപ്പറ്റിയും പലതരം വിവാദങ്ങളും മത്സരഫലം തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ ഇരു ടീമുകളും ശരിക്കും ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ആ ഒരു ഇരു ടീമുകളുടെയും മുഖാമുഖം വരുമ്പോഴുള്ള പോരാട്ടം. നമുക്കറിയാം 2022 ഒക്ടോബർ 23 T20 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ പോരാട്ടം. ഇന്ത്യ വിജയിച്ച മത്സരമായിരുന്നു. പക്ഷേ ആ ഒരു വിജയത്തിന് പിന്നിലും ഒട്ടേറെ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ ആൻറ്റി ക്ലൈമാക്സുകൾ നിറഞ്ഞിരുന്ന പോരാട്ടം തന്നെയായിരുന്നു. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ശരിക്കും ഒരു ആക്ഷൻ മൂവി സിനിമ പോലെ, ഒരു തിയേറ്റർ പോലെ ഇളക്കി മറിച്ച പോരാട്ടം തന്നെയായിരുന്നു ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ പോരാട്ടം. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അന്ന് പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. അവിടെ നിന്ന് ശരിക്കും ഒരു സിനിമ അല്ലെങ്കിൽ ആരോ തിരക്കഥ എഴുതി വെച്ച പോലെ തന്നെയായിരുന്നു ആ ഒരു മത്സരത്തിൻ്റെ ഗതി. നമുക്കറിയാം, ടോസ് നേടി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുന്നു. തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ നിലയുറപ്പിക്കും മുൻപ് തന്നെ ഇന്ത്യയുടെ മികച്ച ബോളിംഗ് ലൈനപ്പ് ഹർഷ്ദീപ് സിംഗ് എന്ന യുവതാരത്തിൻ്റെ മികവിൽ പാകിസ്ഥാൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയിൽ ആദ്യ പവർ പ്ലേയിൽ ആദ്യ 10 ഓവറിന് മുൻപ് തന്നെ അവരുടെ വിലപ്പെട്ട 3-4 വിക്കറ്റുകൾ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ അപ്പോൾ മുതൽ തന്നെ ഇന്ത്യൻ ആരാധകർ ആഘോഷം അതിൻ്റെ അതിര് കടന്ന് പോയിരുന്ന സമയം തന്നെയായിരുന്നു. ഇന്ത്യൻ ആരാധകരെല്ലാം ഇന്ത്യൻ ക്യാമ്പ് അടക്കം ഒരു വിജയത്തിൻ്റെ പ്രതീതിയിൽ തന്നെ. കാരണം ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയ മികച്ച ബാറ്റിംഗ് നിരയുള്ള പാകിസ്ഥാൻ്റെ ടോപ്പ് ഓർഡറിൽ വിള്ളലുകൾ വീഴ്ത്തി ഇന്ത്യൻ ബോളേഴ്സ് ആധിപത്യം പുലർത്തുമ്പോൾ ആരും വിചാരിച്ചില്ല ശരിക്കും ആ ഒരു കളിയുടെ ഗതി പലതവണ മാറി മറിയപ്പെട്ടേനെയെന്ന്. മധ്യനിരയിൽ ഷാൻ മസൂദും അതോടൊപ്പം തന്നെ ഇമാം ഉൽ ഹക്കും ചേർന്ന ഒരു 100 റൺസിൻ്റെ ആ ഒരു മികച്ച പാർട്ണർഷിപ്പ് പാകിസ്ഥാനെ അങ്ങനെ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എന്ന മോശമല്ലാത്ത ടോട്ടലിൽ എത്തിച്ചു. അപ്പോഴും ഇന്ത്യൻ ആരാധകർ ആഘോഷം അതിൻ്റെ അതിർകടന്ന് തന്നെയായിരുന്നു. കാരണം 159 ചെറിയ സ്കോറായതിനാൽ തന്നെ ഇന്ത്യയെപ്പോലെ വളരെ മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള ടീം വളരെ അനായാസം ആ ഒരു ലക്ഷ്യത്തിലെത്തും എന്ന് തന്നെയായിരുന്നു ആരാധകർ കരുതിയിരുന്നത്. ശരിക്കും അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ അതിന് പിന്നിൽ ഒട്ടേറെ ക്ലൈമാക്സുകൾ നിറഞ്ഞിരുന്ന പോരാട്ടം തന്നെയായിരുന്നു. ചെറിയ സ്കോറിലേക്ക് തന്നെ തുടക്കം മുതൽ തന്നെ ബാറ്റ് വീശിയ ഇന്ത്യൻ നിരയെ ആദ്യ 6 ഓവറുകൾക്ക് ഉള്ളിൽ തന്നെ ഇന്ത്യയുടെ മികച്ച ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് വീഴ്ത്താൻ പാകിസ്ഥാൻ്റെ മൂർച്ചയുള്ള പേസ് ബോളിംഗ് ലൈനപ്പിന് കഴിഞ്ഞു. നായകൻ രോഹിത് ശർമ്മ, KL രാഹുൽ, അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് തുടങ്ങിയ 3 മികച്ച ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകളായിരുന്നു അന്ന് ആദ്യ 6 ഓവറിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ്റെ ബോളേഴ്സ് പിഴുതെറിഞ്ഞത്. അപ്പോൾ മുതൽ തന്നെ ഇന്ത്യൻ ക്യാമ്പിൽ ചെറിയൊരു ആശങ്കകൾ നിഴലിച്ച് നിന്നിരുന്നു. നമുക്കറിയാം, വളരെ മികച്ച അല്ലെങ്കിൽ വളരെ ചെറിയ ടീം ടോട്ടലിലേക്ക് ബാറ്റ് വീശി ഇന്ത്യക്ക് വളരെ മികച്ച ബാറ്റ്സ്മാൻമാർ തന്നെയായിരുന്നു ആദ്യ 6 ഓവറിന് മുന്നേ തന്നെ നഷ്ടമായത്. അങ്ങനെ ആദ്യ 10 ഓവറുകൾ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 44 റൺസിലായിരുന്നു ഇന്ത്യയുടെ ടീം ടോട്ടൽ. പിന്നീട് 60 പന്തുകൾ ശേഷിക്കെ 115 മുകളിലായിരുന്നു ഇന്ത്യക്ക് അടിച്ചെടുക്കേണ്ട ആ ഒരു റൺസ് എന്ന് പറയുന്നത്. ജീവൻ മരണ പോരാട്ടം അല്ലെങ്കിൽ ചിരവയറുകളുടെ പോരാട്ടമായതിനാൽ തന്നെ പാകിസ്ഥാനെ എന്ത് വില കൊടുത്തും തകർക്കണം അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും തോൽപ്പിക്കണമെന്ന അടങ്ങാത്ത വാശിയുമായി അന്ന് ഇന്ത്യൻ ആരാധകർ അർപ്പുവിളികളുമായി മുഴങ്ങുമ്പോഴും ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് അന്ന് അത്ര ഫോക്കസ് ചെയ്തില്ല. കാരണം നായകൻ ഉൾപ്പെടെ മികച്ച ബാറ്റ്സ്മാൻമാർ പടികയറുമ്പോഴും ഇന്ത്യൻ ആരാധകർ ആ ഒരു അർപ്പുവിളികൾ മുടക്കിയിരുന്നില്ല. ശരിക്കും പിന്നീട് നടന്നത് ചരിത്ര മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു. 18 നമ്പർ ജേഴ്സിയാണ് ഇന്ത്യയുടെ മൂന്നാം വിക്കറ്റിൽ 1 ഡൗണായി എത്തിയ വിരാട് കോഹ്ലി പിന്നീട് അങ്ങോട്ട് കളിയുടെ ആ ഒരു ട്രാക്ക് തന്നെ മാറ്റിയ പോരാട്ടം തന്നെയായിരുന്നു. 10 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് 44 റൺസ് മാത്രം എത്തി നൽകിയ ഇന്ത്യ വിരാട് കോഹ്ലി ബാറ്റിങ്ങിലെത്തുകയും സൂര്യകുമാർ യാദവ് പെട്ടെന്ന് തന്നെ അധികം റൺസ് ഒന്നും നേടാതെ അദ്ദേഹം കൂടി പുറത്തായതോടെ ഒരു വാലറ്റത്ത് വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും വളരെ ശാന്തനായി തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ ആ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ. അങ്ങനെ 5-ാം വിക്കറ്റിൽ ഹാർദിക് പാണ്ഡ്യയുമായി ചേർന്ന് 50 റൺസിൻ്റെ മികച്ച പാർട്ണർഷിപ്പ്. എന്നാൽ അതിനും അത്ര ദൂരമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്ര ആയുസ് ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നവാസിൻ്റെ പന്തിൽ
ബാബർ അസം പാകിസ്ഥാൻ്റെ നായകന് ക്യാച്ച് നൽകി ഹാർദിക് പാണ്ഡ്യ കൂടെ പുറത്തായതോടുകൂടി ഇന്ത്യ വീണ്ടും ശരിക്കും ആശങ്കയുടെ മുൾമുന്നിൽ തന്നെയായിരുന്നു. അപ്പോഴും ഇന്ത്യൻ ആരാധകരുടെ എല്ലാം പ്രതീക്ഷ ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ, ഇന്ത്യയുടെ രാജാവ് വിരാട് കോഹ്ലിയിൽ തന്നെയായിരുന്നു. മറുവശത്ത് വിക്കറ്റുകൾ തുടരെ വീഴുമ്പോഴും മറ്റൊരു വശത്ത് വളരെ ശാന്തനായി, വളരെ ക്യാം ആൻഡ് കൂളായി ഇന്ത്യയെ ആ ഒരു ടോട്ടലിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ 18-ാം നമ്പർ ജേഴ്സിയുടെ ഉടമയുടെ ആവശ്യം. 19-ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കിയ അതേ 19-ാം ഓവറും ഹാരിസ് റൌഫിനെ തുടരെ 2 സിക്സറുകൾക്ക് പറത്തി കോഹ്ലി വീണ്ടും ഇന്ത്യൻ ആരാധകർക്ക് മേൽ അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ കാറ്റുയർത്തി. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറ പാവുകയും കൂടി ചെയ്തുകൊണ്ടാണ് 20-ാം ഓവറിൽ അവസാന ഓവറിൽ ഹാരിസ് റൌഫിൻ്റെ പന്തിൽ 82 റൺ സെഞ്ചുറിയിലേക്ക് പോയ ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ 82 റൺസിന് പുറത്താകുമ്പോൾ ഇന്ത്യക്ക് വേണ്ടത് വെറും 3 റൺസിൻ്റെ കളി മാത്രം. എന്നാൽ പിന്നീട് വീണ്ടും ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ട്രാക്ക് മാറിയ പോരാട്ടം തന്നെയായിരുന്നു. ദിനേശ് കാർത്തിക് എത്തി, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗോൾഡൻ ഡക്കായി മടങ്ങുന്നു. രവിചന്ദ്രൻ അശ്വിൻ എത്തുന്നു. അവസാന പന്തിൽ വീണ്ടും ഇന്ത്യക്ക് വേണ്ടത് 1 റൺസിൻ്റെ കളി. അവസാന പന്തിൽ വീണ്ടും 2 റൺസ് വേണ്ടിയിരിക്കെ ഹാരിസ് റൌഫ് ഒരു വൈഡ് എറിയുന്നു. പിന്നീട് അങ്ങനെ അവസാന പന്തിൽ ഒരൊറ്റ റൺസ് വേണ്ടിയിരിക്കെ പാകിസ്ഥാൻ്റെ തലയ്ക്ക് മുകളിലൂടെ ബൗണ്ടറി പായിച്ചുകൊണ്ട് രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യയെ ആ ഒരു വിജയലക്ഷ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ ശരിക്കും ഇന്ത്യൻ ആരാധകർ ഒരുപോലെ കൈകൂപ്പി വണങ്ങിയ താരം തന്നെയായിരുന്നു വിരാട് കോഹ്ലി എന്ന ഇന്ത്യയുടെ ലെജൻഡറി പ്ലെയർ. ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ 2022 T20 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടം. ശരിക്കും ത്രില്ലറുകൾ മാറി മറിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. ഏത് വശത്തേക്കും നീങ്ങാമെന്ന ഒരു കളിയെ ഒറ്റയ്ക്ക് തൻ്റെ ചുമലിലേറ്റി അവസാന നിമിഷം വരെ പോരാടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ഇന്ത്യയുടെ വിരാട് കോഹ്ലി ശരിക്കും ഇന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റി ഒട്ടും ചോർന്നിട്ടില്ല.